എന്താടോ എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്ന് നോക്കേ. ഉണ്ണിക്കണേട്ടാ എന്നാ മോനെ ഉണ്ണിക്കണേട്ടാ ഇനി അപ്പൊ അടുത്ത പരിപാടി എന്താണ്? എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേളയും. എവിടെ? ഇനി അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞ പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇളയ തലവതി തന്നെ ബിഗ് ബോസ് സീസൺ 7. ശരിക്കും? എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. ഞാൻ റിവ്യൂ തുടങ്ങിയതാ, നമുക്കൊരു പണി വെക്കുകയാണ്. എന്ത് വൃത്തികെട്ടന്മാരാണ് ഇവിടെ. റിവ്യൂ ഏറ്റവും എസ്റ്റാബ്ലിഷ് റിവ്യൂ ഞാനാണ്. അവൻ എന്നെ അവോയ്ഡ് ചെയ്യാണ്. ബിഗ് ബോസ് സീസൺ 7. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. നോക്കിയടാ രോമ എന്നേക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7. ഞാനിത് ഗ്ലിസറിൻ തേച്ച് കരയുന്നതല്ല, റിയലായിട്ട് കരയുകയാണ്. സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉണ്ണിക്കണേട്ടാ ഇനി അപ്പൊ അടുത്ത പരിപാടി എന്താണ്? ഇനി അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞ ബിഗ് ബോസ് സീസൺ 7. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആരോ ഏട്ടാ? അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അല്ലേ ഈ തല്ല് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.